പോക്കോയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് പോക്കോ X2. അവരുടെ ലോഞ്ച് ഇവന്റിൽ തന്നെ അവർ ഈ ഒരു ഫോൺ പല പ്രാവശ്യം റിയൽമി X2 എന്നുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്തിരുന്നു. പോക്കോ X2 ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ തന്നെയാണ് റിയൽമി X2. ഈ ഫോൺ വരുന്നത് 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X2ഉം അതുപോലെ റിയൽമി X2ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2ൽ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. റിയൽമി X2ൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമി X2ൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. എന്നാൽ പോക്കോ X2ൽ IPS LCD ഡിസ്പ്ലേ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പോക്കോ X2ൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ റിയൽമി X2 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. റിയൽമി X2ൽ നമുക്ക് കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സൊക്കെ ലഭിക്കും. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. പോക്കോ X2ൽ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ റിയൽമി X2ൽ നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ പോക്കോ X2ൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. അതുമാത്രമല്ല 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ചില ഗെയിംസൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഗെയിംസൊക്കെ നമ്മൾ പോക്കോ X2ൽ കളിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നെ പോക്കോ X2ൽ ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. റിയൽമി X2 വരുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചുമായിട്ടാണ്. പലർക്കും പോക്കോ X2ൽ കൊടുത്തിട്ടുള്ള ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത. പിന്നെ പോക്കോ X2 വരുന്നത് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. റിയൽമി X2 വരുന്നത് 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലും. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമി X2ൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. എന്നാൽ പോക്കോ X2ൽ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് ലഭിക്കുന്നില്ല. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ പോക്കോ X2ൻ്റെ വെയിറ്റ് വരുന്നത് 208 ഗ്രാമാണ്. റിയൽമി X2ൻ്റെ വെയിറ്റ് വരുന്നത് 182 ഗ്രാമും. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോൺ റിയൽമി X2 ആണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. റിയൽമി X2ൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ഒരു സർക്കുലർ മോഡ്യൂളിനുള്ളിലാണ്. ഈ ഒരു ഡിസൈനാണ് പലർക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത. അപ്പോൾ ഡിസ്പ്ലേ വെച്ചിട്ട് ഏത് ഫോൺ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന പോക്കോ X2 സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, വീഡിയോ കാണുമ്പോഴും ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന റിയൽമി X2 സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളും വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും നമുക്ക് ഏകദേശം അടുത്ത് വരുന്നൊരു പെർഫോമൻസ് ഒക്കെ തന്നെയായിരിക്കും ലഭിക്കുക. പിന്നെ റിയൽമി X2ൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 4 GB റാമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ പോക്കോ X2ൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 6 GB റാം ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8 GB റാമിൻ്റെ വെർഷനും വരുന്നുണ്ട്. എന്നാൽ റിയൽമി X2ൻ്റെ 8 GB റാം വെർഷനിൽ നമുക്ക് 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുള്ളൂ. എന്നാൽ പോക്കോ X2ൻ്റെ 8 GB റാം വെർഷനിൽ നമുക്ക് 256 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. ആ വെർഷൻസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ പോക്കോ X2 ആണ്. പിന്നെ രണ്ട് ഫോണുകളും UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോക്കോ X2ൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ലഭിക്കുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ റിയൽമി X2ൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പോക്കോ X2ൽ നമുക്ക് ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോഴും ഫോൺ ചാർജ് ചെയ്യുമ്പോഴൊന്നും ഫോൺ പെട്ടെന്നൊന്നും ഹീറ്റ് ആവില്ല. പിന്നെ പോക്കോ X2ൽ നമുക്ക് IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമുക്ക് റിയൽമി X2ൽ ലഭിക്കുന്നില്ല. പോക്കോ X2 വരുന്നത് Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമി X2ൽ നമുക്ക് Android 9 ബേസ് ചെയ്തിട്ടുള്ള ColorOS സോഫ്റ്റ്വെയർ ആണ് ലഭിക്കുന്നത്. റിയൽമി X2ൽ അടുത്ത് തന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും പിന്നിൽ 64 മെഗാ മെയിൻ സെൻസറും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാ മാക്രോ ലെൻസുമാണ് വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നുണ്ട്. പോക്കോ X2ൽ മെയിൻ സെൻസർ വരുന്നത് സോണി IMX686ൻ്റെ സെൻസറാണ്. റിയൽമി X2ലെ മെയിൻ സെൻസർ സാംസങ് GW1ൻ്റെ സെൻസറാണ്.
ഈ രണ്ട് സെൻസറിൽ പോക്കോ X2 വരുന്ന സോണി IMX686ൻ്റെ സെൻസറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെൻസർ. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ഞാൻ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. പോക്കോ X2 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് പോക്കോ X2 ലഭിക്കുന്നത്. പോക്കോ X2 എക്സ്പോഷർ കുറച്ചും കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ പോക്കോ X2 പിന്നെ റിയൽമി X2ൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അവ രണ്ട് ഫോണുകളുടെയും ബാക്ക് ക്യാമറ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പോക്കോ X2ൻ്റെ ബാക്ക് ക്യാമറയാണ്. പിന്നെ പോക്കോ X2 ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 20 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. റിയൽമി X2 ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും സെൽഫി ക്യാമറ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു വിന്നറെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X2 സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ രണ്ട് ഫോണുകളിലും ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി X2 ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2 നമുക്ക് 4500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. റിയൽമി X2 4000 mAh ബാറ്ററിയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ റിയൽമി X2 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോ X2 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. അപ്പോൾ ഈ ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പം ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടേണ്ടത് പോക്കോ X2 പിന്നെ റിയൽമി X2 ആണ് പെട്ടെന്ന് ചാർജ് ആവേണ്ടത്. പക്ഷേ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. ഈ ഫോണുകളുടെ ബാറ്ററി ടെസ്റ്റ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിൽ കാണിക്കുന്നത് റിയൽമി X2 നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. ഇതിന് കാരണം സൂപ്പർ AMOLED ഡിസ്പ്ലേ ഫോണിലുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം. പിന്നെ റിയൽമി X2 ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. പിന്നെ ചാർജിങ് സ്പീഡ് കൂടുതലുമാണ്. അപ്പോൾ ഈ ഫോണാണ് പെട്ടെന്ന് ചാർജ് ആവേണ്ടത്. പക്ഷേ ബാറ്ററി ടെസ്റ്റ് വീഡിയോസിലൊക്കെ കാണിക്കുന്നത് പോക്കോ X2 ഫുള്ളായിട്ട് ചാർജ് ആവാൻ ഏകദേശം 68 മിനിറ്റ് മതി. എന്നാൽ റിയൽമി X2 ഫുള്ളായിട്ട് ചാർജ് ആവാൻ ഏകദേശം 76 മിനിറ്റ് വേണം. പിന്നെ ഒരു 30 മിനിറ്റൊക്കെ മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി X2 66% വരെ എത്തുന്നുണ്ട്. പോക്കോ X2 57% വരെയൊക്കെ എത്തുന്നുള്ളൂ. ആ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കറക്റ്റ് വിന്നറെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഫോണുകളുടെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2 ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. റിയൽമി X2 ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 16,999 രൂപയും. അപ്പം പോക്കോ X2 ബേസ് വേരിയൻറ്റിൻ്റെ കാര്യത്തിൽ 1000 രൂപ കുറവാണെന്ന് മാത്രമല്ല ഇതിൽ നമുക്ക് 6 GB റാമും ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പോക്കോ X2 ഈ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയും റിയൽമി X2 ഈ വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയുമാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8 GB റാം വെർഷൻ വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. എന്നാൽ പോക്കോ X2 നമുക്ക് ഈ വെർഷനിൽ 256 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. റിയൽമി X2 നമുക്ക് 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X2 നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ലഭിക്കുന്നുണ്ട്. പിന്നെ ബേസ് വേരിയൻറ്റിൽ 6 GB റാം ലഭിക്കുന്നുണ്ട്. 8 GB റാമിൻ്റെ കൂടെ 256 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. റിയൽമി X2 നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യുമ്പം മെയിനായിട്ടുള്ള പോയിന്റ് വരുന്നത് നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഫോൺ വേണോ അതല്ല AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.